അന്ന് രാജകുമാരൻ രാജ്ഞിയെ തിരഞ്ഞെടുക്കാനുള്ള ദിവസമായിരുന്നു. മേക്കപ്പോ ആഭരണങ്ങളോ ഇല്ലാതെ ലളിതമായ വസ്ത്രങ്ങളിൽ വരാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിരുന്നു. ഓരോ പെൺകുട്ടിയെയും ഒരു വനിതാ ഉദ്യോഗസ്ഥ പരിശോധിച്ചു. അവർ ഒരു വെളുത്ത തുണിയിൽ ചുണ്ടുകൾ അമർത്തണം, എന്നാൽ എല്ലാ തവണയും ചുണ്ടിന്റെ അടയാളങ്ങൾ അതിൽ പതിഞ്ഞു. ഒരു പെൺകുട്ടി താൻ മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ട് വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥ അതേ തുണി കൈകൊണ്ട് തിരുമ്മി. വീണ്ടും ചുണ്ടിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. കാരണം ഒരു പെൺകുട്ടി അതിസമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവളാണെന്നും അവൾ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുമെന്നും എല്ലാവരും വിശ്വസിച്ചിരുന്നു. അല്പം കഴിഞ്ഞ് ഉദ്യോഗസ്ഥ ആ പെൺകുട്ടിയോട് മുഖം തുടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥ കൊടുത്ത തൂവാല എടുത്തപ്പോൾ തന്നെ അതിൽ നിന്ന് പൂക്കളുടെ സുഗന്ധം വരുന്നത് അവൾ ശ്രദ്ധിച്ചു. തൂവാല വിഷം പുരണ്ടതാണെന്ന് അവൾ ഉടൻ മനസ്സിലാക്കി. തൂവാലയിൽ തൊട്ടയുടൻ അവളുടെ കൈയിൽ കുമിളകൾ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ അടുത്തു നിന്നിരുന്ന ദയുള്ള ഒരു പെൺകുട്ടി സ്വന്തം ശുദ്ധമായ തൂവാല അവൾക്ക് നൽകി. അങ്ങനെ അവൾ ആദ്യ റൗണ്ട് വിജയിച്ചു. രണ്ടാം ഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് മാർക്ക് നൽകാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. എന്നാൽ അയാളുടെ കണ്ണുകൾ തങ്ങളുടെ മുഖത്തല്ല, മറിച്ച് അരയിൽ കെട്ടിയ ബെൽറ്റുകളിലാണെന്ന് ഈ പെൺകുട്ടി ശ്രദ്ധിച്ചു. സമ്പന്നയായ പെൺകുട്ടിയുടെ ബെൽറ്റിൽ ഒരു ചുവന്ന പൊട്ടിന്റെ അടയാളമുണ്ടെന്നും അവൾ നിരീക്ഷിച്ചു. ഈ അടയാളമാണ് ഭാവി രാജ്ഞിയെ തിരിച്ചറിയാനുള്ള രഹസ്യ കോഡെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതുക്കെ ഒരു പിൻകൊണ്ട് തന്റെ വിരൽ കുത്തി ഒരു തുള്ളി രക്തം വീഴ്ത്തി. സ്വന്തം ബെൽറ്റിലും അതുപോലൊരു ചുവന്ന പൊട്ടുണ്ടാക്കി. ഉദ്യോഗസ്ഥൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവളെ സമ്പന്നയായ പെൺകുട്ടിയായി തെറ്റിദ്ധരിച്ച് ഇവൾ ഒരു രാജകുമാരിയെപ്പോലെ തന്നെയുണ്ട് എന്ന് പ്രശംസിച്ചു. മറ്റ് പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്നാൽ അവസാനം ആ മിടുക്കിയും ധൈര്യശാലിയുമായ പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെടുകയും അവൾ രാജകുമാരന്റെ രാജ്ഞിയാവുകയും ചെയ്തു.